ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായ അപ്രതീക്ഷിതമായ ഒരലങ്കോലം ഇപ്പോൾ രാജ്യമാകെ എന്നല്ല ലോകമാകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഈ തരത്തിൽ ഒരു അലങ്കോലം ഉണ്ടാകും എന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ബോധപൂർവമാണ് ഇതിനെ ആക്രമണം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാതെ അലങ്കോലം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഇത് ഉണ്ടാക്കിയതായിട്ടുള്ള ആളുകളുടെ കയ്യിൽ പ്രത്യേകമായ എന്തെങ്കിലും ആക്രമണ വസ്തുക്കൾ ഉണ്ടായതായി ഇതുവരെയുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടില്ല. അവരാകെ അവിടെ ഒരു നിറമുള്ള പുക ഉണ്ടാക്കുന്ന ഒരു വസ്തു ഉപയോഗിച്ച് അസ്വസ്ഥതയുണ്ടാക്കി എന്നുള്ളതാണ് പ്രധാനമായ സംഭവം. എന്നാൽ അതൊരിക്കലും ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നതിനെക്കുറിച്ച് ഒരു തർക്കവുമില്ല. അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതീവ സുരക്ഷ ഉള്ള ഒരു മേഖല എന്ന് നാം കണക്ക് കൂട്ടുന്ന പാർലമെൻറ്റിൻ്റെ ചുറ്റുവട്ടത്തും പാർലമെൻറ്റിനകത്തും ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതീവ ജാഗ്രതയോടുകൂടെ മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാൻ പാടുള്ളൂ എന്ന വലിയ സന്ദേശം ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇത് ഉണ്ടായതിന് ശേഷം ഇതിനെ സംബന്ധിച്ച് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഒരു ഭീകര ആക്രമണം ആണ് എന്ന് വിശേഷിപ്പിക്കാൻ പോലും ചില ആളുകൾ ഇതിനോടകം ശ്രമിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പിടിക്കപ്പെട്ടതായിട്ടുള്ള 5 ആളുകളുടെ പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതായ ഒരു സംഗതി, ഇതിന് കാരണക്കാരായിട്ടുള്ള 5 യുവാക്കൾ നല്ല വിദ്യാഭ്യാസം ഉള്ളവരും അതിനകത്തുള്ള ഒരു വനിതയാകട്ടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരാൾ കൂടിയാണ്. അവർ മുദ്രാവാക്യം വിളിച്ചത് നമ്മെ എല്ലാവരെയും വളരെ ഏറെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അവർ വിളിച്ച മുദ്രാവാക്യം സർവാധിപത്യം തുലയട്ടെ, അതുപോലെ അവർക്ക് തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഈ 2 മുദ്രാവാക്യങ്ങളും കാലികമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്നത്തെ യുവാക്കൾ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മയുടെ ഒരു പ്രതിഫലനം കൂടി ആണ് ആ മുദ്രാവാക്യത്തിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് മറിച്ച് കുറ്റപ്പെടുത്താനാവുകയില്ല. എന്നാൽ അവർ ഉപയോഗിച്ചതായിട്ടുള്ള മാർഗം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാവുന്നതല്ല, സാധൂകരിക്കാവുന്നതല്ല. എന്നാൽ അവരുടെ മേൽ നടപടികളെടുക്കുമ്പോൾ സ്വാഭാവികമായി ഒരു നീതിബോധം നടപടിയെടുക്കുന്നവർക്കുണ്ടാകണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നപ്പോൾ ബഹുമാന്യനായ ലോക്സഭാ സ്പീക്കർ പറഞ്ഞു, ഈ പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്കാണ് മുഴുവൻ അധികാരങ്ങളും, അവിടെ നിയന്ത്രിക്കാനുള്ള അവകാശം എനിക്കാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മന്ത്രിമാരെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിൽ ഇടപെടുത്താതിരിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് കാണുന്നു. എന്നാൽ അങ്ങനെയാണോ അത് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രതിപക്ഷ ഭാഗത്തുള്ള ആളുകൾ, അംഗങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ലോക്സഭയിലാകട്ടെ രാജ്യസഭയിലാകട്ടെ അവരെ നിശബ്ദരാക്കുവാനുള്ള ബോധപൂർവ ശ്രമം ഈ 2 സഭകളുടെയും അധ്യക്ഷന്മാർ നടത്തുന്നത് ഒരിക്കലും ശരിയായ ഒരു സംഗതിയല്ല എന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു. ഒരു പാർലമെൻറ്റ് അംഗത്തെ സംബന്ധിച്ചിടത്തോളം അത് ഭരണപക്ഷമാകട്ടെ പ്രതിപക്ഷമാകട്ടെ അവർ ജനലക്ഷങ്ങളുടെ പ്രതിനിധികളാണ്. അവർക്കെല്ലാം തുല്യ അവകാശങ്ങളുണ്ട്, അവർക്ക് തുല്യ നീതി ലഭിക്കുവാൻ അവകാശമുണ്ട്. എതിരിൻ്റെ ശബ്ദമുള്ള ആളുകളെ അടിച്ചമർത്തുന്നതിനും അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുന്നതും ഒരു ജനാധിപത്യ സമ്പ്രദായത്തിന് ഒരിക്കലും ഭൂഷണമല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് രാഷ്ട്രീയ നിറം നോക്കി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇതിനെ സംബന്ധിച്ച് ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ഒരു വിശദീകരണം നൽകണമെന്ന് പ്രതിപക്ഷ ഭാഗത്തുള്ള എംപിമാർ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം സഭയിൽ പോലും വരാതെ സഭയ്ക്ക് പുറത്തുള്ള സമ്മേളനങ്ങളിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതായിട്ടാണ് കാണുന്നത്. അതൊരിക്കലും ശരിയായ ഒരു രീതിയല്ല.
പാർലമെൻറ്റിൽ അദ്ദേഹം വന്ന് ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് അതിനെ സംബന്ധിച്ച് സത്യസന്ധമായ ഒരു പ്രസ്താവന നടത്തുന്നതിൽ അദ്ദേഹം എന്തിനാണ് മടി കാണിക്കുന്നത്? മാത്രവുമല്ല, സുരക്ഷയുടെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ, ഡൽഹി പോലീസൊക്കെ എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അദ്ദേഹം ഇതിന് തക്കതായ ഒരു വിശദീകരണം പാർലമെൻറ്റ് അംഗങ്ങൾക്ക് കക്ഷിഭേദമെന്നെ നൽകുവാൻ ഉത്തരവാദപ്പെട്ട ആളാണ്. അതിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നത് ശരിയല്ല. രാജ്യസഭയിലൊക്കെ അധ്യക്ഷൻ അംഗങ്ങളെ തുരുതുര സസ്പെൻഡ് ചെയ്യുകയാണ്. അങ്ങനെയാണോ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത്? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് എത്ര കാലം രാജ്യസഭയും ലോകസഭയും ഇന്ത്യ മഹാരാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും? അതാണോ ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്? അതാണോ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ തിരഞ്ഞെടുത്ത അംഗങ്ങളെ നിഷ്കരുണം പ്രതിപക്ഷ ഭാഗത്താണ് എന്നുള്ള ഒറ്റ കാരണത്താൽ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അംഗീകരിക്കാവുന്ന ഒരു ജനാധിപത്യ രീതിയല്ല എന്നതിനെക്കുറിച്ച് ആർക്കും തന്നെ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അപ്പോൾ സഭാ അധ്യക്ഷന്മാരുടെ അധികാരങ്ങൾ നാം വകവെച്ചു കൊടുക്കുകയും അവരെ നാം ആദരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്കൊരു നീതിബോധം ഉണ്ടാകണം. മുഖം നോക്കാതെ നീതി നടപ്പാക്കുന്ന ഒരു സംവിധാനവും ഉണ്ടാക്കേണ്ടതാണ്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിരിക്കുന്നു. ഈ അതിക്രമം കാണിച്ചതായിട്ടുള്ള യുവാക്കളെ അതിനകത്ത് പ്രവേശിക്കാൻ പാസ് കൊടുത്ത മൈസൂറിലെ ഒരു BJP MP ആയ പ്രകാശ് സിംഹയെ കുറിച്ച് യാതൊരു തരത്തിലുള്ള പരാമർശവും നടത്താൻ ഭരണകക്ഷി തയ്യാറാകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മേൽ കുറഞ്ഞ പക്ഷം അദ്ദേഹത്തോടൊരു വിശദീകരണം ചോദിക്കുവാനോ അല്ലെ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താനോ തയ്യാറാകാത്തത്? അതേസമയം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളെ സസ്പെൻഡ് ചെയ്ത് പ്രതിപക്ഷ കക്ഷികൾ എന്ന രീതിയിൽ അവരെ പുറത്താക്കുകയാണ്. അപ്പോൾ ഭരണപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു നീതി, പ്രതിപക്ഷത്തുള്ളവരോട് മറ്റൊരു നീതി. അപ്പോൾ തുല്യനീതി എന്ന് പറയുന്നത് ഇവിടെ നിഷേധിക്കപ്പെടുന്നു. അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഒട്ടും യോജിച്ചതല്ല. നമുക്ക് വേറൊരു ഉദാഹരണം നമ്മൾ കണ്ടതാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു MP ആയ മഹുവ ബഹാത്രയുടെ കാര്യത്തിൽ ഒരു ആക്ഷേപം ഉണ്ടായപ്പോൾ അവരുടെ പാസ്വേഡ് വേറൊരാൾക്ക് കൊടുത്തു എന്ന ഒരേ കാരണത്താൽ അവരെ പാർലമെൻറ്റിൽ നിന്ന് നീക്കം ചെയ്യുവാൻ നടപടികളെടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തുള്ള MP മാരോടൊക്കെ കാട്ടുന്നതായിട്ടുള്ള ഇത്രയും വളരെ ഗൗരവമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള നടപടികൾ സ്വന്തം പക്ഷത്തുള്ള ആളുകളുടെ കാര്യത്തിൽ വരുമ്പോൾ മൗനം പാലിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും ഒരിക്കലും നല്ല സന്ദേശമല്ല നൽകുന്നത് എന്ന കാര്യം നാം ഇവിടെ കാണേണ്ടതായിട്ടുണ്ട്. എന്തായാലും പാർലമെൻറ്റിൽ ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കാൻ പാടില്ല. അത് ഏത് കക്ഷിയിൽപ്പെട്ട ആളുകളാണെങ്കിലും അത് ഏകസ്വരത്തിൽ അതിനെ അപലപിക്കേണ്ടതാണ്. അക്കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. എന്നാൽ ജനങ്ങളുടെ വികാരം അറിയിക്കുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ അവർ പ്രതിപക്ഷ ഭാഗത്തൽപ്പം ശബ്ദമുണ്ടാക്കുകയോ അല്ലെങ്കിൽ വെല്ലിലേക്ക് ഇറങ്ങുകയോ അധ്യക്ഷപീഠത്തിൻ്റെ അടുത്തേക്ക് വന്ന് അവരുടെ പ്രതിഷേധം ന്യായമായ രീതിയിൽ പ്രകടിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അവരെ എല്ലാം സസ്പെൻഡ് ചെയ്ത് സഭയിൽ നിന്ന് പുറത്താക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഒരിക്കലും കരണീയമായിട്ടുള്ളതല്ല, ജനാധിപത്യത്തിന് യോജിച്ചതല്ല, അത് നൽകുന്ന സന്ദേശവും നല്ലതല്ല എന്ന് ഇപ്പോൾ പൊതുസമൂഹം തന്നെ അഭിപ്രായപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. മാധ്യമങ്ങളും അതുപോലെ പൊതുസമൂഹവും ഈ തരത്തിലുള്ള ഇരട്ട നീതി അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല എന്ന് തന്നെ സംശയത്തിനിട നൽകാത്ത വിധം പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. പാർലമെൻറ്റിനകത്ത് കാര്യങ്ങൾ ഭംഗിയായി നടക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ചേരുമ്പോഴാണ് ഒരു ജനാധിപത്യത്തിൻ്റെ പ്രഭ തെളിഞ്ഞു വരുന്നത്. ഭരണപക്ഷം മാത്രമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബലം പ്രയോഗിച്ച് ശ്രമിക്കുന്നത് ജനാധിപത്യമല്ല, മറിച്ച് ഏകാധിപത്യമാണ്. അങ്ങനെ ഒരു പാരമ്പര്യമല്ല ഇന്ത്യയുടെ പാർലമെൻറ്റിനുള്ളത്. എതിർ ശബ്ദത്തെ പോലും ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് സുതാര്യമായ രീതിയിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ സമക്ഷത്ത് വന്ന് കാര്യങ്ങൾ വിശദീകരിച്ച് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് സഭയുടെ അധ്യക്ഷം വഹിക്കുന്ന ആളുകൾക്കും
ആ ഉത്തരവാദിത്തമുണ്ട്. പ്രതിപക്ഷത്തുള്ള ആളുകളെ അംഗീകരിക്കേണ്ട ചുമതലയുണ്ട്. അങ്ങനെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാവുന്നതല്ല. അതുകൊണ്ട് എവിടെയാണോ തിരുത്തലുകൾ വേണ്ടത് അവിടെ തിരുത്തലുകൾ അനിവാര്യമാണ്. ഭരണപക്ഷം സഹിഷ്ണുതയോടുകൂടെ പ്രതിപക്ഷത്തെ കേൾക്കാനുള്ള ഒരു താല്പര്യം കാണിക്കണം. അതിനുള്ള അവസരം അവർക്ക് നൽകുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യം ശ്രേഷ്ഠമായതാണ്, പരിപാവനമായതാണ് എന്ന സന്ദേശം ലോകത്തിന് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ തരത്തിലുള്ള ഒരു സമീപനമാണ് ഭരണകക്ഷികളുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്നും പൊതുജനം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പാർലമെൻറ്റിൽ നടന്നതായിട്ടുള്ള ഈ അലങ്കോലത്തെ ശക്തമായി അപലപിക്കുന്നതോടൊപ്പം കുറ്റക്കാരായിട്ടുള്ള ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെ വേണം. എന്നാൽ ജനപ്രതിനിധികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിലുള്ള ആ തരത്തിലുള്ള ഒരു സമീപനം ബന്ധപ്പെട്ട ആളുകളിൽ ഉണ്ടാകാനും പാടില്ല എന്നുള്ളതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്.